ഇതിപ്പോൾ പൊള്ളാച്ചി സൈഡിൽ നിന്ന് വരുമ്പോൾ ഉള്ള ആനമലൈ ടൈഗർ റിസർവിൻ്റെ എൻട്രി പോയിന്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, തമിഴ്നാടിൻ്റെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് പോസ്റ്റിന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. இருக்கு நேத்தே ஷோலையாரில் ஸ்டே பண்ணியிருந்தோம். எல்லாரும் ஃபுல் குரூப். സാറിൻ്റെടാ നമ്മളിപ്പോൾ ആനമലൈ ടൈഗർ റിസർവിൻ്റെ പോയിന്റിൽ എൻട്രി എടുത്തിട്ടുണ്ട്. സോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആളിയാർ ഡാമിൻ്റെ റിസർവോയർ ആൻഡ് ആളിയാർ ഡാം. ഇവിടെ കയറാനായിട്ട് കാശുണ്ട് കേട്ടോ. കേരള സൈഡിൽ നിന്ന് കാശില്ല. ഇവിടെ അഡൾട്ട്സിന് 30 റുപ്പീസ് ആണ് വാങ്ങിക്കുന്നത്, 30 രൂപ. പിന്നെ 2 വീലറിന് 20 റുപ്പീസ്, 3 വീലർ 4 വീലറിനൊക്കെ 50 റുപ്പീസ്. പിന്നെ നമ്മൾ ഗോപ്രോ ഉണ്ടെങ്കിൽ അതിനും ചാർജുണ്ട്, 300 രൂപ. ഫോറിനേഴ്സ് ആണെങ്കിൽ 3000 രൂപ. സോ ഇറ്റ്സ് നോട്ട് ചീപ്പ്. ഏതായാലും കുഴപ്പമില്ല, കൊടുത്താലും വർത്താണ്. ആളിയ ഡാം ആൻഡ് റിസർവോയർ നല്ല രസമുണ്ടല്ലേ. ക്ലൈമറ്റ് നല്ല ഡ്രൈ ആണ്, അതായത് നല്ല വെയിലടിക്കുന്നുണ്ട്, പക്ഷെ ചൂടില്ല. കാരണം കുറച്ച് ഹൈ റേഞ്ച് ആയതുകൊണ്ട് അത്യാവശ്യം തണുത്തൊരു കാറ്റെപ്പോഴും വീശിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് നല്ല ഉച്ച സമയത്താണുള്ളത്. വെയിൽ കാണുമ്പോൾ മനസ്സിലാവും, പക്ഷേ അത്ര ചൂടില്ല. നമ്മുടെ നാട്ടിലെ പോലെ വേർക്കത്തില്ല, ഹ്യൂമിഡിറ്റി കുറവാണ്. ഇവിടുന്ന് വാൽപ്പാറ ജസ്റ്റ് 40 കിലോമീറ്റേഴ്സ്, മൊത്തം 40 ഹെയർ പിൻ ബെൻഡ് കയറി വേണം പോകാൻ. ഇ പാസ് ഈസ് കമ്പൽസറി. 2025 നവംബർ മുതൽ ഇ പാസ് കമ്പൽസറിയാണ്. വരണതിന് മുന്നേ ഇ പാസ് എടുത്തിട്ട് വരണം, കാരണം റേഞ്ച് ഇല്ലെങ്കിൽ പെട്ടുപോകും, അതില്ലാണ്ട് കയറ്റി വിടത്തില്ല. നമ്മളിപ്പോൾ ആളിയാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡ് വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറേ സ്ഥലത്ത് നോക്കുമ്പോൾ ആളിയാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ വ്യൂ കാണാം, പക്ഷേ കാടടഞ്ഞിരിക്കുന്ന കാരണം ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മേലോട്ട് കയറുന്ന സമയത്ത് അവിടെ നിന്നൊരു ഹെയർ പിൻ ബെൻഡിൽ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും. പക്ഷേ അവിടെ വണ്ടിയൊക്കെ നിർത്തുന്നത് കുറച്ച് റിസ്ക്കിയാണ്. അതുകൊണ്ട് കാറിലൊക്കെ വരികയാണെങ്കിൽ അവിടെ അങ്ങ് നിർത്തി ഫോട്ടോ എടുക്കുന്നതൊന്നും അത്ര റെക്കമെൻഡഡ് അല്ല. കാരണം ബസ്സൊക്കെ വളഞ്ഞു വരാനായിട്ടുള്ള ഒരു സ്ഥലം മാത്രമേ അവിടെ ഉള്ളൂ. സോ അത് ഒഴിവാക്കുന്നതാണ് ബെറ്റർ. കവി അരുവി എന്ന് പറയുന്ന സ്ഥലമാണ്, ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അകത്തൊരു ചെറിയൊരു അരുവി പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഒരു വാട്ടർഫാൾസ് ഉണ്ട്, കവി അരുവി വാട്ടർഫാൾസ്. ടൂറിസം ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും, കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും. മഴ സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്തായാലും നമ്മളങ്ങനെ ഉദ്ദേശിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പോയിക്കാം. ഓ, ആ ബാക്ക്ഗ്രൗണ്ടിൽ മലയൊക്കെ നല്ല രസമാണ് കേട്ടോ. ഹായ് ബാഡി. അത് ഹനുമാൻ ലങ്കൂറല്ലേ? ഓ, ഇവിടെ ഹനുമാൻ ലങ്കൂറുണ്ടോ? ഓ, ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല. ദാറ്റ്സ് ഹനുമാൻ ലങ്കൂർ, ഗ്രേ ലങ്കൂർ എന്നൊക്കെ വിളിക്കുന്ന ഹനുമാൻ കുരങ്ങാണ് ഇപ്പോൾ അവിടെ ഇരുന്നത്. ഞാൻ ആദ്യം പെട്ടെന്ന് നോക്കിയപ്പോൾ സാധാരണ ബോണറ്റ് മെക്കൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്, നമ്മുടെ നാടൻ കുരങ്ങ. അതിൻ്റെ കളർ ഏകദേശം സെയിം ആണല്ലോ, പക്ഷേ ഫേസ് നോക്കിയപ്പോൾ ആൾ വേറെ ആയിരുന്നു. ഓക്കെ, ഹെയർപിൻ ബെൻഡ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഹെയർപിൻ ബെൻഡാണ് ഗ്രേറ്റ് ഹോൺബിൽ ഹെയർപിൻ ബെൻഡ്. ഇറ്റ് ഈസ് 1 ഔട്ട് ഓഫ് 40. ഇനി വരുന്ന 40 ഹെയർപിൻ ബെൻഡിനും ഇതുപോലെ ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. മെയിൻലി ഇവിടെ കണ്ടുവരുന്ന ബേർഡ്സ് ആൻഡ് ആനിമൽസിൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരെണ്ണം ലോംസ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, അതായത് അവിടുത്തെ വ്യൂ പോയിൻറ്റിൻ്റെ പേരാണ്. പിന്നെ ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നൊരു ഫോറിനറിൻ്റെ പേരിലാണ്. പേര് ഞാൻ മറന്നുപോയി, പോകുമ്പോൾ കാണിച്ചു തരാം. ബാക്കിയെല്ലാം ഇവിടെയുള്ള ബേർഡ്സും ആനിമൽസിൻ്റെയൊക്കെ പേരിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ബാരിക്കേഡ്, നമ്മുടെ റോളോ ബാരിക്കേഡ്സ് ഫോറിൻ കൺട്രീസിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി.
ഇത് ഘാട്ട് റോഡാണല്ലോ. അപ്പോൾ ഘാട്ട് റോഡിൽ ഇതുപോലെയുള്ള കോർണേഴ്സിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഡയറക്റ്റ് കൊളീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് ഈ റോളിംഗ് ബാരിക്കേഡ്സ്. അപ്പോൾ അതിൽ വണ്ടി പോയി തട്ടുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് തിരിച്ച് വിടുകയാണ് ചെയ്യുന്നത്. കാരണം ആ ബാരിക്കേഡ് റോൾ ചെയ്യുന്ന കാരണം വണ്ടി ഡയറക്റ്റ് കൊളീഷൻ ഒഴിവായിട്ട് തെന്നി മാറും. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. സോ അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. തമിഴ്നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കൊല്ലി ഹിൽസിലെ ഹെയർ പിൻ ബെൻസിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ഇവിടെയും കാണുന്നുണ്ട്. അതുപോലെ ഘാട്ട് റോഡ്സിൽ തമിഴ്നാട് ചെയ്യുന്നുണ്ട്. ഹൈവേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളിലാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. കേരളത്തിൽ ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടുണ്ട്. എനിവേസ് ഇറ്റ്സ് എ ഗുഡ് ഇനിഷ്യേറ്റീവ്. ക്ലീനിങ് പരിപാടികൾ നടക്കുകയാണ്. രണ്ട് സൈഡും ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓ, ലുക്ക് അറ്റ് ദ വ്യൂ മാൻ. ഇന്ത്യൻ റോൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പനങ്കാക്ക എന്നാണ് അർത്ഥം. ഗ്രേറ്റ് ഹോൺബിൽ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ആദ്യം കണ്ടത്. അത് മലമുഴക്കി വേഴാമ്പലാണ്, നമ്മുടെ കേരള സ്റ്റേറ്റ് ബേർഡ്. ഈറ്റ് മലയാളം പേര് എനിക്കറിയാൻ പാടില്ല, തപ്പി നോക്കിയിട്ട് പറയാം വേണമെങ്കിൽ. ഹെയർ പിൻ ബെൻഡ് 4-മത്തെയാണ്. ബാബറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടുറുവൻ എന്ന് വിളിക്കുന്ന ബേർഡാണ്. ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഫ്ലൈ ക്യാച്ചറാണ് പിൻ ബെൻഡ്. ഫിഞ്ച് ബേർഡില്ലേ, ചെറിയ ഈ തെനയൊക്കെ കഴിക്കുന്ന ബേർഡില്ലേ, ആ ബേർഡാണ്. എക്സാക്ട് മലയാളം പേര് എനിക്കറിയത്തില്ല. 7 out of 40. മയില് നമ്മുടെ അതാണ്. ലോംസ് വ്യൂ ഹെയർ പിൻ ബെൻഡ് 9 out of 40. ഇതാണ് ഇതിൽ ഡിഫറെൻ്റായിട്ട് വരുന്ന സാധനങ്ങളിൽ ഒരെണ്ണം. അതായത് നമ്മുടെ വരയാട്, ഫ്ലൈ ക്യാച്ചർ സ്ട്രൈക്ക്. താഴെ നിന്ന് വരുന്നത് നമ്മുടെ ആൾക്കാരാണ്. ആലിയ ഡാം ആൻഡ് റിസർവോയർ. ഷിക്ര ഹെയർ പിൻ ബെൻഡ്. പ്രാപ്പിടിയൻ ഇല്ലേ, പ്രാപ്പിടിയൻ, അതാണ് ആൾ. ചെങ്കുട്ടുറുവനോ അങ്ങനെ എന്തോ ആണ് പേര്. കറക്റ്റ് പേര് നോക്കിയിട്ട് പറയാം. കൊള്ളാലോ. വെള്ളമില്ല, മഴ പെയ്യുമ്പോൾ വരുമല്ലോ. ത്രോട്ടഡ് ബുൾബുൾ, കാട്ടൂഞ്ഞാലി. അടുത്ത ഹെയർ പിൻ ബെൻഡ് 21 ടിക്കൽസ് ബ്ലൂ ഫ്ലൈ ക്യാച്ചർ. ഹിൽമൈന, കാട്ടുമൈന അല്ല, മലമൈന. ജംഗിൾ മൈന എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമുണ്ട്. അബാറ്റ്, റെഡ് മുനിയ എന്നൊക്കെ പറയും. കുടുംബസമേതം ഇരുന്ന് പേ നോക്കി കളിക്കാം. Yeah, 29 out of 40. വൈൽഡ് ഡോഗ്, നമ്മുടെ ധോൾ എന്ന് വിളിക്കുന്ന സാധനം.
തലനാർ എസ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് കിടക്കുന്ന റോഡാണ്. ബാബാ നമ്മളിപ്പോൾ തലനാർ എസ്റ്റേറ്റിലേക്ക് പോകുന്ന റോഡിലാണുള്ളത്. കുറച്ച് അപകടം പിടിച്ച റോഡാണല്ലോ. തലനാർ എസ്റ്റേറ്റിലേക്കൊന്ന് കയറാൻ വേണ്ടി ട്രൈ ചെയ്യാം. 4:30-ക്ക് ശേഷം കയറ്റി വിടത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ 4:30 ജസ്റ്റ് ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പുള്ളി ജസ്റ്റ് കയറ്റി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വണ്ടിക്ക് 50 രൂപയും ഒരാൾക്ക് 20 രൂപയും. സോ 70 റുപ്പീസ്. ഗോപ്രോയ്ക്ക് 50 രൂപ. റോഡൊക്കെ നല്ല പളപളന്ന് ടാർ ചെയ്തിട്ടേക്കുന്നു. പ്രൈവറ്റ് എസ്റ്റേറ്റ് ആയതുകൊണ്ടായിരിക്കും. എന്തായാലും 70 രൂപ കൊടുത്താലും കയറി കാണാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. പോയി നോക്കാം. 4 കിലോമീറ്റർ മേളിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഒരു ബിൽഡിങ്ങിനടുത്ത്. അതുവരെയാണ് നമുക്ക് പെർമിഷൻ ഉള്ളത്. ഇപ്പോൾ സമയം 4:30. 5 മണിക്ക് മുന്നേ തിരിച്ച് വരണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ജസ്റ്റ് ഒന്ന് കയറാം. അടുത്ത തവണ തൊട്ട് രാവിലെ വരാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. കുരങ്ങുമുടിയുടെ കാര്യം ചോദിച്ചായിരുന്നു. അപ്പോൾ കുരങ്ങുമുടിയിലും ചെറിയ ഇതുപോലെ ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ടാവുമെന്ന് പുള്ളി പറയുന്നു. ഉറപ്പില്ല. പക്ഷെ എന്തായാലും അത് പിന്നെ നോക്കാം. അടിപൊളി. നമ്മളെ ഹൈവേയിലൊക്കെ ടോൾ കൊടുത്ത് കയറുന്നല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ 70 രൂപയ്ക്ക് ഇത് വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവർ വരെയാണ് നമുക്ക് പെർമിഷൻ ഉള്ളത്. അതുവരെ പോകാൻ പറ്റത്തുള്ളൂ. അതേ ദൂരമായിട്ടൊരു വാച്ച് ടവർ കാണാം. ഇതാണ് 4 കിലോമീറ്റർ അകലെയുള്ള വാച്ച് ടവർ ആൻഡ് ദ വ്യൂ പോയിന്റ്.
അയ്യോ തല. കാറ്റെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അമ്മേ നൈസ്. കംപ്ലീറ്റ് ആനപ്പിണ്ടാണല്ലോ. ആന കയറി അർമാദിച്ചിട്ട് പോയ സ്ഥലം. തലനാർ എസ്റ്റേറ്റിലെ വാച്ച് ടവർ. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. വാച്ച് ടവറിൽ നിൽക്കാൻ വയ്യാത്ത രീതിയിൽ കാറ്റായിരുന്നു. രക്ഷയില്ലാന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റടിച്ചിട്ടേ ഹെവി ആയിരുന്നു, ഹെവി. ഞാൻ അവസാനം രക്ഷയില്ലാണ്ട് റെയിൻകോട്ട് എടുത്തിട്ട് ഡയറക്റ്റ് കാറ്റടിക്കാണ്ടിരിക്കാൻ. വെയിലുണ്ട്, പക്ഷെ ആ തണുപ്പുണ്ടല്ലോ, അടിപൊളി. തലനാറിൽ സ്റ്റേ അവൈലബിൾ ആണ്. കുറച്ച് കത്തിയാണെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത തവണ വരുമ്പോൾ തലനാറിൽ ഒരു സ്റ്റേ ഒപ്പിക്കണം. കാരണം ഇവിടെ വൈൽഡ് അനിമൽ സൈറ്റിങ്ങിന് ഒരുപാട് ചാൻസ് ഉള്ള സ്ഥലമാണ്. കരടിയും ആനയൊക്കെ ഒരുപാടുണ്ട്. ഇപ്പം നമ്മൾ നിന്ന വാച്ച് ടവറിൻ്റെ അടിയിൽ പോലും ആനയുടെ ഒരുപാട് പിണ്ടം ഉണ്ടായിരുന്നു. സോ ഇതൊരു ബക്കറ്റ് ലിസ്റ്റായി കിടക്കട്ടെ. അയ്യോ, വാൽപ്പാറ റൂട്ടിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അലയുന്ന സമയമുണ്ടെങ്കിൽ ഒരു 70 രൂപ കൊടുത്തിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. നേരത്തെ കയറിയാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പം നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, അതാണ് പണി കിട്ടിയത്. രാവിലെ കയറുകയാണെങ്കിൽ സമയത്തിൻ്റെ ഇഷ്യൂ ഇല്ലായിരുന്നു. നോക്കാം നെക്സ്റ്റ് ടൈം. കുരങ്ങുമുടിയും കൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ സമയമില്ല. ഓൾറെഡി 4:30 കഴിഞ്ഞു, 5 o'clock ആവാറായി. വൈൽഡ് വുഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്, റിസോർട്ടും കണ്ടാണെന്ന് തോന്നുന്നു. ആ ചേട്ടൻ പറഞ്ഞ വരുന്ന വഴിക്ക് എവിടെ ആന നിൽപ്പുണ്ടെന്നാണ്. കണ്ടില്ല, ഒരാഴ്ചയായിട്ട് ഇവിടെ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് ശ്രദ്ധിക്കാത്തതായിരിക്കാം. എവിടെയെങ്കിലും ഉണ്ടാവും. ആനപ്പിണ്ടം തരം ഉണ്ടല്ലോ. അവിടെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു, ഒരു കണ്ടെയ്നർ റിസോർട്ട്. അതായത് കണ്ടെയ്നർ ഹോം പോലെ ചെയ്തേക്കുന്ന, മൊത്തം 16+3 എക്സ്ട്രാ ബെഡ്, അങ്ങനെ 19 പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ട്. ചെറിയ 3 കണ്ടെയ്നേഴ്സ് കേട്ടോ. അപ്പോൾ അവിടെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ നമ്പറും മേടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവിടെ സ്റ്റേ ബുക്ക് ചെയ്തിട്ട് വരാമല്ലോ. തലേന്നാർ ഈ ശ്വാസം. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ വൈൽഡ് ആനിമൽസിൻ്റെ സൈറ്റിംഗ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പുള്ളിയുടെ അടുത്ത്. അപ്പോൾ പറഞ്ഞു ഉണ്ടല്ലോ, നിങ്ങൾ വരുമ്പോൾ കണ്ടില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എന്താ, ഒരാഴ്ചയായിട്ട് ആന ഇവിടെ തന്നെ നിൽപ്പുണ്ട്, മാറുന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളെ ആക്ച്വലി കണ്ടില്ല, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയായിരിക്കാം. അവർക്കറിയാമല്ലോ, അവർ ഡെയിലി കാണുന്നതല്ലേ. അപ്പോൾ പിന്നെ കരടി, പുലി എല്ലാ ഐറ്റംസും ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. സന്തോഷം. വൈൽഡ് അനിമൽ സൈറ്റിംഗ് ആണല്ലോ നമുക്ക് വേണ്ടത്. അടുത്ത തവണ സെറ്റാക്കണം. പക്കയാക്കിയിട്ടേക്കുന്ന റോഡ് കേട്ടോ. അപ്പോൾ റീസെൻ്റ്ലി എന്തോ ടാർ ചെയ്തോന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ നേരത്തെ വന്ന വാച്ച് ടവർ. വാവ്, കാറ്റടിച്ചിട്ട് ഇതൊരു വ്യൂ ആണ് നോക്കിയാൽ. തേയില എസ്റ്റേറ്റും ബാക്ക്ഗ്രൗണ്ടിലും മലയും ഒക്കെ ആയിട്ട് നൈസ്.
പുള്ളിയുടെ പേരിലാണ് ഈ ഒരു കർവ് അറിയപ്പെടുന്നത്. GA കാവോ മാഷ് ഹെയർപിൻ ബെൻഡ്. ആരാണോ ഇവിടുത്തെ ഏതെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന മെയിൻ ആളായിരുന്നിരിക്കും. കടുവല്ലേ കടുവ. വാൽപ്പാറ റൂട്ടിൽ ലെപ്പാർഡ് പിടിച്ച് പിള്ളേരെ കൊണ്ടുപോകുന്ന സീൻ ഭയങ്കര മോശമാണ്. പിന്നെ ഇന്നലെയും ഞങ്ങൾ വന്നതിന് ശേഷം ഒരു പശുവിനെ അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞു. അടുത്തത് മലബാർ വിസ്ലിംഗ് ത്രഷ് ഹെയർപിൻ ബെൻഡ്, ചൂളക്കാക്ക. അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. മഹാബലി തവള എന്നൊക്കെ വിളിക്കും. അതായത് ഇത് വർഷത്തിൽ ഒരു തവണ ഭൂമിക്കടിയിൽ നിന്ന് പുറത്ത് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഫുൾ ടൈം ഭൂമിക്കടിയിലാണ് സാറിൻ്റെ താമസം. അത് ഈ മുട്ടയൊക്കെ ഇടാൻ സമയമാകുമ്പോൾ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് മേറ്റിംഗ് സീസണിൽ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്, പർപ്പിൾ ഫ്രോഗ്. ഇതിനെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ കേരള സ്റ്റേറ്റ് ഫ്രോഗൊക്കെ ആക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ ചീറ്റിപ്പോയി. ലാർജ് സ്കെയിൽ പിറ്റ് വൈപ്പർ ഹെയർപിൻ ബെൻഡ് 37. അങ്ങനെ ഒരു റെപ്റ്റൈലും ഒരു ആംഫിബിയനും ആയിട്ടുണ്ട്. ബെൻഡ് നമ്പർ 38 ഇന്ത്യൻ ഗോർ, കാട്ടുപോത്ത്, കാട്ടി എന്നൊക്കെ വിളിക്കുന്ന ജീവി. അതിനെക്കുറിച്ചുള്ള തർക്കത്തിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ത്യൻ ഗോർ അത് മതി. നീൽഗിരി മാർട്ടൻ, വൺ ഓഫ് ദ റെയറസ്റ്റ്. ഭാഗ്യവശാൽ എനിക്കിതിൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. വലിയ ക്വാളിറ്റി പിക്ചറൊന്നുമല്ല, പക്ഷെ കിട്ടിയിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുമുണ്ട്. ലൈൻ ടെയിൽഡ് മക്കാക്ക്, സിംഹവാലൻ കുരങ്ങ്. അങ്ങനെ 40 ഹെയർപിൻ ബെൻഡും കഴിഞ്ഞു. നേരെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ കുരങ്ങുമുടി 10 കിലോമീറ്റർ, നല്ലമുടി വ്യൂ പോയിൻറ്റ് സ്ട്രെയിറ്റ്, ബാലാജി ടെമ്പിൾ സ്ട്രെയിറ്റ്. 4 പേര് ഒരു ബെൻഡിൽ. സൂപ്പർ. കുരങ്ങുമുടി പോകണമെന്നുണ്ട്, പക്ഷെ മേളിൽ പോയിട്ട് ഇനി അവിടെ ചെക്ക് പോസ്റ്റ് വല്ലതും ഉണ്ടോ? വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ വേണ്ട, അടുത്ത പ്രാവശ്യം വാൽപ്പാറ വരാൻ വേണ്ടി എന്തായാലും വയ്ക്കണമല്ലോ. സോ നെക്സ്റ്റ് ടൈം വാൽപ്പാറ സൈഡിൽ വരുമ്പോൾ കുറച്ചധികം ദിവസം നിൽക്കാൻ കണക്കാക്കി വരണം. ഡിസൈഡഡ്. ആ ഗ്രൂപ്പായിട്ടുണ്ടായിരുന്നു. ഇത് കൊമ്പനല്ലേ നിൽക്കുന്നത്? ഇത് ഫോറസ്റ്റിന് വണ്ടിയല്ലേ? വണ്ടി വന്നതിന് ശേഷമാണ് പിന്നെ അത് ബാക്കിയുള്ളത് അകത്തോട്ട്. അവന്മാർ ഓടിക്കാൻ വന്നതായിരിക്കും. ആ നമ്മുടെ അടുത്ത് വണ്ടി എടുത്തോണ്ട് പോകാനായിരിക്കും. 2 കുട്ടി ഉണ്ടായിരുന്നു. നമ്മളവിടെ അതങ്ങ് ദൂരെയല്ലേ നിൽക്കുന്നത്. ഇവന്മാർക്ക് എന്താണ്? ആണോ? ഡേ 3 ഷോളയാറിന്ന് തിരിച്ചിറങ്ങുകയാണ്. വെള്ളമില്ലാത്ത ഡാം. ഇറ്റ്സ് 40 minutes past 7 o'clock in the morning. നല്ല തണുപ്പുണ്ട്. വെൽക്കം ടു കേരള. മലക്കപ്പാറയിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഒരു തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ചെക്കിംഗ് ഇല്ല. നമ്മൾ തമിഴ്നാട് സൈഡിലേക്ക് കയറുമ്പോഴേ ചെക്കിംഗ് ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ കേരള ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 59 കിലോമീറ്റേഴ്സിൽ ആതിരപ്പള്ളി. ഇതാണ് മലക്കപ്പാറ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ്. ഇനി ഇവിടെ നമ്മൾ എൻട്രി എടുത്തിട്ട് വേണം അകത്തേക്ക് പോകാൻ. ഇതാണ് കേരളത്തിൻ്റെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്.
10-14 വണ്ടി ഉള്ളതുകൊണ്ട് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചാലക്കുടി റൂട്ടിലാണ്. അപ്പോൾ രാവിലെ നേരത്തെ കയറിയതിൻ്റെ ഉദ്ദേശം തന്നെ എന്തെങ്കിലും വൈൽഡ് അനിമൽസിനെ കാണാൻ പറ്റുമെന്നുള്ളൊരു ഇതിലാണ്. ആനപ്പിണ്ടമൊക്കെ അധികം ആയിട്ടില്ല കേട്ടോ. ആന പൊതുവെ നിൽക്കാറുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് പോകുന്നത്. കാരണം ടേണിങ്ങിലാണ് കൂടുതലും അപകടം പറ്റാറ്. അങ്ങനെ ഇവൻ നിൽക്കുന്ന അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നോക്കിയാണ് പോകുന്നത്. എന്തായാലും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കാം. ഏതായാലും വാൽപ്പാറ പോയിട്ട് അനിമൽ സൈറ്റിംഗ് ഉണ്ടായിരുന്നു. ആനയെ കണ്ടു, കേഴമാനെ കണ്ടു, പിന്നെ ആരോ മുള്ളമ്പന്നിയെ കണ്ടു എന്ന് പറഞ്ഞു, പിന്നെ കാട്ടുമുയലിനെ കണ്ടു. അങ്ങനെ കുറച്ച് സൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ റൂട്ടിൽ ആക്ച്വലി നല്ല സൈറ്റിംഗ് കിട്ടേണ്ട ഒരു സ്ഥലമാണ്. രാവിലെ ആയതുകൊണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. മൊത്തം ആനപ്പിണ്ടമാണല്ലോ. ഇത് ഫ്രഷുമാണ്. ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ അമ്പലപ്പാറ പെൻ സ്റ്റോക്കൊക്കെ വരുന്നില്ലേ, അതിന് ശേഷം ഒരു വ്യൂ പോയിൻ്റ് വരുന്നുണ്ട്. സ്ഥിരം വണ്ടി നിർത്തുന്ന ഒരു സ്ഥലം. ഓക്കെ, അവിടെ ഇപ്പോൾ വെറുതെ നിന്ന സമയത്ത് നോക്കിയപ്പോൾ ദൂരെയായിട്ട് കുറച്ച് പോത്ത് നിൽക്കുന്നുണ്ട്. നോർമലി ഏതെങ്കിലും വളർത്തുന്ന പോത്തായിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അവിടെ അങ്ങനെ വരേണ്ട കാര്യമില്ല. പക്ഷെ നോക്കുമ്പോൾ കൊമ്പ് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നേ. അപ്പോൾ വെറുതെ ഒന്ന് സൂം ചെയ്തൊക്കെ നോക്കിയത്. അപ്പോൾ നമ്മൾ മറ്റേ ഫെറൽ കാറ്റൽസ് ആണോ എന്നൊരു സംശയമുണ്ട്. അതായത് ഫെറൽ കാറ്റൽ എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോൾ നാട്ടിൽ വളർത്തിയിരുന്ന പോത്ത്, എരുമ അല്ലെങ്കിൽ ഒരു പശു തുടങ്ങിയ സാധനങ്ങൾ കാട്ടിൽ മേയാനായിട്ടൊക്കെ പോകാറുണ്ടല്ലോ. അതിൽ ചിലത് തിരിച്ചു വരത്തില്ല.
ഐ മീൻ അവർ കാട്ടിൽ തന്നെ സെറ്റിലാവും. അവിടെ എങ്ങനെയൊക്കെയോ അത് സർവൈവ് ചെയ്യും. അങ്ങനെ കാട്ടിൽ സർവൈവ് ചെയ്തു പോകുന്ന ഈ കാറ്റിൽസിൻ്റെ അടുത്ത ജനറേഷൻസ് ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു ബേസിക് ആയിട്ടൊരു ജനറ്റിക് ചേഞ്ചസ് ഉണ്ടാവും. അതായത് കാട്ടിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനറ്റിക്കലി ഉള്ള ചേഞ്ചസ് ഉണ്ടാവും. അത് മെയിൻലി കാണുന്നത് കൊമ്പ് സൈസ് കൂടും, അല്ലെങ്കിൽ ഷാർപ്പാവും. പിന്നെ ദേഹത്ത് ഒരു ഫറിൻ്റെ കോട്ട് കുറച്ചുകൂടെ തിക്കാവും, അതിൻ്റെ സ്കിൻ കുറച്ചുകൂടെ തിക്കാവും. അങ്ങനെ കാട്ടിലെ റഫായിട്ടുള്ള ടെറൈനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചേഞ്ചസ് അതിന് വരും. അത് ഓരോ ജനറേഷൻ അനുസരിച്ചാണ് ആ ചേഞ്ചസ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന ജനറേഷൻസാണ് ഈ ഫെറൽ കാറ്റിൽസ് എന്നറിയപ്പെടുന്നത്. സോ ഇതിപ്പോൾ കണ്ടത് ഒരു ഫാമിലി ആയിരുന്നു. ഒരു മെയിലും ഫീമെയിലും ഒരു കുട്ടിയുമാണ് ഉണ്ടായിരുന്നത്. 3 പേരും അവിടെ മേഞ്ഞ് നടക്കായിരുന്നു. നല്ല ഡിസ്റ്റൻസിലാണ് കണ്ടത്, അടുത്തൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും അതിൻ്റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്യണം. ഇതിന് മുന്നേ ന്യൂട്ടൺ വ്ളോഗ്സ് എന്ന് പറയുന്ന സാമിൻ്റെ യൂട്യൂബ് ചാനലിൽ ആക്ച്വലി പുള്ളി നൈറ്റ് തൊഴി പോയപ്പോൾ ഫെറൽ കാറ്റിൽസിനെ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സാധനമുണ്ട്, അത് കൺഫേം ചെയ്ത സംഭവമാണ്. കാട്ടുപോത്ത് എന്ന് ശരിക്കും വിളിക്കാൻ പറ്റുന്ന ഒരു ജീവി. വാട്ടർ ബഫലോസ് ആണ് കാട്ടുപോത്തെന്ന് പറയുന്ന റിയൽ ജീവി. അതിപ്പോൾ ഇന്ത്യയിലും ഉണ്ട്, നോർത്തേൺ ഇന്ത്യയിലൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് കാട്ടുപോത്തെന്ന് വിളിക്കാം, ബിക്കോസ് ഇപ്പോൾ അവരുടെ ജനറേഷൻ കാട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കാട്ടി അല്ലെങ്കിൽ കാട്ടുപോത്ത് എന്ന് വിളിക്കുന്നത് പശുവിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണല്ലോ ഗോർ. ബൊവീൻ ഫാമിലി വരുന്ന ഒരു ജീവിയാണ് ഗോർ. അപ്പോൾ അതിനെ കാട്ടുപോത്തെന്ന് വിളിക്കുന്നത് ലോജിക്കലി കറക്റ്റ് അല്ല, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടെ പല ജീവികൾക്കും ഒരു ലോജിക്കില്ലാത്ത രീതിയിലാണ് അതിനെ പേരിട്ടേക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ കാട്ടുപോത്തെന്ന് വിളിക്കുന്നത്. ബട്ട് കറക്റ്റ് ലോജിക്കലി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫെറൽ കാറ്റിലുണ്ട്, അത് കാട്ടിലാണെന്നുണ്ടെങ്കിൽ അത് കാട്ടുപോത്താണ്. കാരണം പോത്തിൻ്റെ വർഗത്തിൽപ്പെടുന്ന ജീവിയാണ്, കാട്ടിലാണ് അത് ജീവിക്കുന്നത്. സോ അത് കാട്ടുപോത്തെന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇൻ ദാറ്റ് സെൻസ് വി ജസ്റ്റ് സോ കാട്ടുപോത്ത്, ദ റിയൽ കാട്ടുപോത്ത്. ഇങ്ങനത്തെ റെയറായിട്ടുള്ള സൈറ്റിങ്സ് ഒക്കെ കിട്ടുന്നത് ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. ബട്ട് ഐ ഹാവ് യെറ്റ് ടു കൺഫേം ഇഫ് ഇറ്റ്സ് ഫെറൽ കാറ്റിൽ. അത് നാട്ടിൽ പോയിട്ട് കൺഫേം ചെയ്യാം. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന പ്രോജക്ട്സ് ഉണ്ടല്ലോ, ഡാമിൻ്റെ പ്രോജക്ട്സ്. അപ്പോൾ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡാമിൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പ് ഉണ്ട്. അതായത് നാരോ ആയിട്ടുള്ള ലെങ്ത് ഉള്ള പൈപ്പ്, നല്ല ഹൈറ്റിൽ നിന്ന് ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു 70 ഡിഗ്രി ആംഗിളോ ഒക്കെ ആയിരിക്കും. അത്രയും നല്ല ചെരിഞ്ഞ രീതിയിൽ വെള്ളം ഫോഴ്സിൽ വരുന്ന രീതിയിൽ പൈപ്പ് സെറ്റ് ചെയ്യും. ഒരു 3-4 പൈപ്പ് ഉണ്ടാവും. സോ അതിലൂടെ നല്ല ഫോഴ്സിൽ വെള്ളം താഴേക്ക് വിടും. സോ ഈ ഫോഴ്സിൽ പോകുന്ന വെള്ളമാണ് ടർബൈൻ കറക്കിയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതാണ് പെൻസ്റ്റോക്ക് എന്ന് പറയുന്ന സാധനം. ഗവിയിൽ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും പെൻസ്റ്റോക്ക് പൈപ്സ്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ഉള്ള മിക്കവാറും ഉള്ള ഡാംസിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. എവിടെ കണ്ടോ? അല്ല, പറക്കുന്നത് ഞാൻ കണ്ട്. എവിടെ ഇരുന്നു കണ്ടോ? മറ്റേ മലമുഴക്കല്ലേ കളറുള്ളത്? കോഴി കാണാൻ പറ്റില്ലല്ലോ. പുള്ളി കണ്ടെന്ന് ഞാൻ വന്നപ്പോൾ പറന്നു ഇങ്ങോട്ട്. പറക്കുന്ന ഞാൻ കണ്ടു. ദേ ഇരിക്കുന്നു, ദേ ഇരിക്കുന്നു. അങ്ങോട്ട് നോക്ക്, കണ്ട ലെഫ്റ്റ് താഴോട്ട് പതിയെ തൊട്ട് താഴെ നോക്ക്. ഒരു ബ്ലാക്കും വൈറ്റും തലയും കാണാം. ഞങ്ങൾ അവിടെ വെച്ചൊരു ഗ്രേറ്റ് ഹോൺബിലിനെ കണ്ടല്ലോ. അത് പറന്ന് വേറൊരു മരത്തിൽ ഓപ്പണിൽ വന്നിരുന്നായിരുന്നു. അപ്പോൾ ക്യാമറ എടുക്കുന്ന ഗ്യാപ്പിൽ ആക്ച്വലി അവിടെ നിന്ന് വീണ്ടും പറന്ന് താഴോട്ട് അങ്ങോട്ട് മാറിപ്പോയി. പക്ഷേ ഇരുന്ന ഷോട്ടും അത് അവിടെ നിന്ന് പറക്കുന്നൊരു സ്ലോ ആയിട്ട് പറക്കുന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ക്യാമറ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഉഗ്രൻ പിക്ചേഴ്സ് കിട്ടിയാനെ. അൺഫോർച്ചുനേറ്റ്ലി മിസ്സായി. ബൈക്കിൽ ആയതുകൊണ്ട് ക്യാമറ ആക്ച്വലി ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. അതാണ് എടുക്കാൻ ഡിലേ ആയത്. അപ്പോൾ ഇനി കയ്യിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം. അതാകുമ്പോൾ ആ ഡിലേ അങ്ങ് ഒഴിവാക്കാമല്ലോ. ഉത്സവം വല്ലതും നടക്കുന്നുണ്ടോ? യോ മൈ ഗോഡ്, എൻ്റെ പൊന്നെ, നൈസ്.
Ooh, it's like heaven, man. Wow. Hey. അടിപൊളി. കഴിഞ്ഞിട്ടില്ല. ഹോ 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 ഹോ. ഇത് പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് ആണോ ചേച്ചി? പഞ്ചായത്തിൻ്റെ അല്ലേ? ആണോ? ഇത് കഫേ റണ്ണിങ് ആണോ? ഇത് തുടങ്ങിയിട്ടില്ല. ശരി. വാഴച്ചാൽ എത്തിയിട്ടുണ്ട്. വെറും 0.6 കിലോമീറ്റേഴ്സിൽ വാഴച്ചാലെത്തും. അതിരപ്പള്ളി വാട്ടർഫോൾസ് അവിടെ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം, 5.5 കിലോമീറ്റേഴ്സ്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മലക്കപ്പാറയിൽ നിന്ന് മേടിച്ച ആ ഒരു തന്ന ഒരു റെസിപ്റ്റ് ഉണ്ടല്ലോ, അതിവിടെ കാണിച്ചിട്ട് നമുക്കിറങ്ങാം. അത്രേ ഉള്ളൂ, വേറെ പ്രൊസീജിയേഴ്സൊന്നുമില്ല. വെള്ളം നെയ്യേ. ഇതിപ്പോൾ പിന്നീട് കൺസ്ട്രക്ട് ചെയ്ത ബ്രിഡ്ജാണ് കേട്ടോ. മുമ്പ് ഈ ബ്രിഡ്ജ് ഇല്ലായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് കയറി നിന്ന് കാണാൻ വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്താണ്. വെള്ളമുള്ള സമയത്ത് നല്ല. എൻ്റെ കയ്യിലൊന്നുമില്ല, നീ വിട്ടുപൊക്കോ. മറ്റവനോട് പോയി. ആഹാ, താഴെ ഒരു മ്ലാവ്. ഏതായാലും ഈ ട്രിപ്പ് അടിപൊളിയായിരുന്നു. നല്ല റോഡിൽ ഓടിക്കാനുള്ള ചാൻസസ് കിട്ടി. അനിമൽ സൈറ്റിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് വീക്ക് ഡേ ആയതുകൊണ്ട് തിരക്കുണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ കാര്യം അതായിരുന്നു. ആൻഡ് വണ്ടികളൊന്നും പണിയും തന്നില്ല. സോ ഇറ്റ് വാസ് എ ഗുഡ് ട്രിപ്പ്. അപ്പോൾ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ട് മറക്കുമല്ലോ. സീ യു സൂൺ വിത്ത് ദ നെക്സ്റ്റ് വൺ. അൺടിൽ ദെൻ, അഡിയോസ് അമീഗോസ്.